ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ എല്ലാം നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ എല്ലാം നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ഇന്ന് എത്ര പേരെ കൊന്നു, ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി. എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക. അതിനൊന്നും ഇല്ലേ? അത് നീ എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. ആശാനെ ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. തല ഞങ്ങൾ ചീത്താക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി, വേഗം സ്ഥലം വിട. ഒരു തോക്കും എടുത്ത് വെടിവെച്ച് നടന്നാലേ സിനിമ വിജയിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ വന്നു തുടങ്ങി. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇവർക്കൊക്കെ എന്ത് തോന്നിയാസും കാണിക്കാന്ന്. ആടോ 10, 20, 30 കട്ട്സ് ഒരു 5 സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേഗം നമ്മുടെ സിനിമയ്ക്കില്ല. വിമാനത്തിന്റെ സ്പീഡൊന്നും കാറിന് കിട്ടില്ലല്ലോ സാർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ കൂടെ ഇരുന്ന് കഥ പറയുന്നതിന് സുഖമുണ്ട് അതിന്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. വേണ്ട കണ്ടാത്തോണ്ട. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സിനടുത്തു. നമ്മള് എൻറ്റയർ ടീം മനസ്സുമടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? വിഷമിക്കാതിരിക്കും. ലോങ് ഷോട്ട് ആയാലും എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിക്കും? ഇല്ല, സൗകര്യമില്ല. അതിന്റെ ആവശ്യമില്ല. ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്, മനസ്സിലായോ? അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതില്ല കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും.